കണ്ണൂർ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലുണ്ടായ തീപിടുത്തത്തിൽ വ്യാപാരത്തിലൂടെ ലഭിച്ച വിറ്റുവരവും സാധനങ്ങൾ ഇറക്കാൻ സ്വരുക്കൂട്ടിയ കാശും ഉൾപ്പെടെ 1 കോടി വിലമതിക്കുന്ന നോട്ടുകളാണ് കത്തിയമർന്ന് ചാരമായത്. കൊച്ചി നഗരക്കാഴ്ചകൾ കാണാൻ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ആരംഭിച്ച കൊച്ചി സിറ്റി റൈഡ് ഡബിൾ ഡെക്കർ യാത്രാ നിരക്ക് കുറിച്ച് KSRTC. ട്രിപ്പുകളുടെ എണ്ണത്തിലും വർധനവ്. ഇനി മുതൽ 3 ട്രിപ്പുകളാണ് ദിവസവും ഉണ്ടാകുക. മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം. 2 പശുക്കളാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്തത്. സൈലന്റ് വാലി എസ്റ്റേറ്റ് 3-ാം ഡിവിഷനിൽ ജേക്കബിന്റെ പശുക്കളെയാണ് കടുവ കൊന്നു തിന്നത്. തേയിലത്തോട്ടത്തിൽ പാതി ഭക്ഷിച്ച നിലയിലാണ് പശുക്കളുടെ ജഡം കണ്ടെത്തിയത്. അമേരിക്കൻ സൈന്യത്തിന്റെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന പ്ലാന്റിലുണ്ടായ സ്ഫോടനത്തിൽ 18 പേരെ കാണാതായി. ടെനസിയിലെ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ ആയുധപ്പുരയിലാണ് സ്ഫോടനമുണ്ടായത്. കോട്ടയത്ത് എലിപ്പനി ബാധിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. SH മൗണ്ട് സ്വദേശി ശ്യാം C ജോസഫിന്റെ മകൻ ലെനൻ C ശ്യാമാണ് മരിച്ചത്. പനി ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു.